Dear students, today we are going to discuss some additional problems regarding the classical definition of probability. നമുക്ക് നോക്കാം, അതിലൊരു പ്രത്യേക സിറ്റുവേഷനാണ്. ഈ രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാം. എങ്ങനെ? കമ്പ്യൂട്ടേഷൻ ഓഫ് പ്രോബബിലിറ്റി വെൻ ഓഡ്സ് ഇൻ ഫേവർ ഓഫ് എൻ ഇവൻറ്റ് ആൻഡ് ഓഡ്സ് എഗെയിൻസ്റ്റ് എൻ ഇവൻറ്റ് ആർ ഗിവൺ. ചിലപ്പോൾ അങ്ങനെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഓഡ്സ് തരാം. എന്താണ് ഈ ഓഡ്സ് എന്ന് പറഞ്ഞാൽ? ഓഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ക്ലാസിക്കൽ ഡെഫിനിഷനിൽ പ്രോബബിലിറ്റി എന്ന ന്യൂമറിക്കൽ വാല്യൂ കണ്ടുപിടിക്കുന്നത് പി ഓഫ് എ ഈസ് ഈക്വൽ ടു എങ്ങനെയായിരുന്നു? നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ് എന്നായിരുന്നു നമ്മൾ ആ ഫോർമുല. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഫേവറബിൾ ഔട്ട്കവും അൺഫേവറബിൾ ഔട്ട്കവും ഇവ തമ്മിലുള്ള ഒരു റേഷ്യോ എന്നുള്ള രീതിയിൽ, അവ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് കാണിക്കുന്ന രീതിയിൽ നമുക്ക് ആ റേഷ്യോ അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ ഓഡ്സ് എന്ന് പറയുന്നത്. ആ ഓഡ്സ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാകും. അപ്പോൾ എങ്ങനെയാണ് പ്രോബബിലിറ്റി വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമുക്ക് 1-2 ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എ ബാഗ് കണ്ടെയ്ൻസ് 4 വൈറ്റ് ബോൾസ് ആൻഡ് 3 ബ്ലാക്ക് ബോൾസ്. ഓക്കെ, ഫൈൻഡ് ദി പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് എ വൈറ്റ് ബോൾ. വാട്ട് ആർ ദി ഓഡ്സ് ഇൻ ഫേവർ ഓഫ് ഡ്രോയിങ് എ വൈറ്റ് ബോൾ? ഇതിൽ 2 ക്വസ്റ്റ്യൻ ആണുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ദി ഓഡ്സ് ഇൻ ഫേവർ ഓഫ് ഡ്രോയിങ് എ വൈറ്റ് ബോൾ എന്ന് പറയും. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് എളുപ്പമാണ്, പഠിച്ചതാണ്. ഫൈൻഡ് ദി പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് എ വൈറ്റ് ബോൾ. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് എ വൈറ്റ് ബോൾ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം ഡിവൈഡഡ് ബൈ ടോട്ടൽ പോസിബിൾ ഔട്ട്കം എന്നാണ്. ഫേവറബിൾ ഔട്ട്കം വൈറ്റ് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ വൈറ്റ് ബോൾ എത്രയുണ്ട്? 4 വൈറ്റ് ബോളാണ്. അപ്പോൾ ഫേവറബിൾ ഔട്ട്കം എന്ന് പറയുന്നത് 4 ആണ്. ടോട്ടൽ പോസിബിൾ ഔട്ട്കം എന്ന് പറയുന്നത് മൊത്തം 7 ബോളുകളാണ്. അപ്പോൾ 4/7 ആണ്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടി, 4/7. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കൂ. വാട്ട് ആർ ദി ഓഡ്സ് ഇൻ ഫേവർ ഓഫ് ഡ്രോയിങ് എ വൈറ്റ് ബോൾ? വൈറ്റ് ബോൾ ഡ്രോ ചെയ്യാനുള്ള ഓഡ്സ് എന്താണ്? വൈറ്റ് ബോൾ ഡ്രോ ചെയ്യുന്നതിന് ഫേവറബിൾ ആയിട്ടുള്ള ഓഡ്സ് എന്താണെന്ന് പറഞ്ഞാൽ വൈറ്റ് ബോൾ ഡ്രോ ചെയ്യുന്നതിന് ഫേവറബിൾ ആയിട്ടുള്ള ആ റേഷ്യോ എങ്ങനെയാണ് എന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റേഷ്യോ വൈറ്റ് ബോൾ സെലക്ട് ചെയ്യുന്നതിന് ഫേവർ ചെയ്തുകൊണ്ടുള്ള ഓഡ്സ് എഴുതുക എന്ന് പറയുമ്പോൾ, റേഷ്യോ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ആ വൈറ്റ് ബോൾ അതാണ് ഫേവറബിൾ ഔട്ട്കം, പിന്നെ അൺഫേവറബിൾ ഔട്ട്കംസും എഴുതുക. അത് തമ്മിലുള്ള റേഷ്യോ ആയിട്ട് വേണം എഴുതാൻ. അപ്പോൾ നോക്കൂ, ഓഡ്സ് ഇൻ ഫേവർ ഓഫ് എൻ ഇവൻറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം ടു നമ്പർ ഓഫ് അൺഫേവറബിൾ ഔട്ട്കം. അപ്പോൾ ഫേവറബിൾ ഔട്ട്കവും നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം ഈസ് ടു നമ്പർ ഓഫ് അൺഫേവറബിൾ ഔട്ട്കം. ഈ രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ദെർഫോർ ഓഡ്സ് ഇൻ ഫേവർ ഓഫ് ഡ്രോയിങ് എ വൈറ്റ് ബോൾ ഈക്വൽ ടു വൈറ്റ് ബോൾ ഡ്രോ ചെയ്യുന്നതിന് ഫേവറബിൾ ആയിട്ടുള്ള ഓഡ്സ് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ വൈറ്റ് ബോളാണ് ഫേവറബിൾ ഔട്ട്കം. വൈറ്റ് ബോൾ എത്രയാണെന്ന് നോക്കൂ, 4 ആണ്. അൺഫേവറബിൾ ആയിട്ടുള്ളത് ബ്ലാക്ക് ആണല്ലോ അൺഫേവറബിൾ. അപ്പോൾ 4:3 അല്ലെങ്കിൽ 4:3 എന്ന് പറയും. ഇതാണ് ഓഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓഡ്സ് എന്ന രൂപത്തിൽ ഈ പ്രോബബിലിറ്റി എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ക്ലിയർ ആയല്ലോ. 1-2 ക്വസ്റ്റ്യൻസ് കൂടെ നമുക്കൊന്ന് നോക്കാം. ഇഫ് ഓഡ്സ് ഇൻ ഫേവർ ഓഫ് മിസ്റ്റർ എ സോൾവിങ് എ പ്രോബ്ലം ആർ 2-3. അപ്പോൾ എ എന്ന ആള് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് ഫേവറബിൾ ആയിട്ടുള്ള ഓഡ്സ് 2-3 എന്ന് പറഞ്ഞാൽ എ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഫേവറബിൾ ഔട്ട്കം എന്ന് പറയുന്നത് 2ഉം അൺഫേവറബിൾ എന്ന് പറഞ്ഞാൽ സോൾവ് ചെയ്യാതിരിക്കാനുള്ള ഓഡ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അൺഫേവറബിൾ ആയിട്ടുള്ള നമ്പർ ഓഫ് അൺഫേവറബിൾ ഇവൻറ്റ്സ് എന്ന് പറയുന്നത് അൺഫേവറബിൾ ഔട്ട്കം എന്ന് പറയുന്നത് 3 ആണ്. ക്ലിയർ? അതേപോലെ ഓഡ്സ് എഗെയിൻസ്റ്റ് ബി സോൾവിങ് ദി സെയിം പ്രോബ്ലം ആർ 3-5. അപ്പോൾ പ്രോബ്ലം ഓഡ്സ് എഗെയിൻസ്റ്റ് ബി സോൾവിങ് ദി പ്രോബ്ലം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓഡ്സ് ഇൻ ഫേവറബിൾ അല്ല, ഓഡ്സ് എഗെയിൻസ്റ്റ് ബി പ്രോബ്ലം സോൾവ് ചെയ്യാതിരിക്കുന്നതിനുള്ള ഓഡ്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബി പ്രോബ്ലം സോൾവ് ചെയ്യാതിരിക്കാനുള്ള ഔട്ട്കം അല്ലെങ്കിൽ അൺഫേവറബിൾ
ഔട്ട്കം എന്ന് പറയുന്നത് 3യും ഫേവറബിൾ ഔട്ട്കം എന്ന് പറയുന്നത് 5 ആണ്. സോൾവ് ചെയ്യുന്നത് 5ഉം സോൾവ് ചെയ്യാതിരിക്കുന്നത് 3യുമാണ്. ഓക്കെ, എന്താ ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് മിസ്റ്റർ എ സോൾവിങ് ദി പ്രോബ്ലം? എ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്താണ്? നോക്കൂ, ഓഡ്സ് ഇൻ ഫേവർ ഓഫ് എ സോൾവിങ് എ പ്രോബ്ലം 3 to 2 ആണ്. അപ്പോൾ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം 2ഉം അൺഫേവറബിൾ ഔട്ട്കം 3 ആണ്. അപ്പോൾ ടോട്ടൽ പോസിബിൾ ഔട്ട്കം 5 ആണ്. ദർഫോർ പി പ്രോബബിലിറ്റി ദാറ്റ് മിസ്റ്റർ എ സോൾവിങ് ദി പ്രോബ്ലം ഈസ് ഈക്വൽ ടു ഫേവറബിൾ ഔട്ട്കം ടു ടോട്ടൽ ഔട്ട്കം 5, 2/5 ആണ്. ഓക്കെ, അതുപോലെ ഓഡ്സ് അഗെയിൻസ്റ്റ് മിസ്റ്റർ ബി സോൾവിങ് എ പ്രോബ്ലം. ഓഡ്സ് അഗെയിൻസ്റ്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നത് 3 to 5 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് അൺഫേവറബിൾ ഔട്ട്കം ആണ് 3, ഫേവറബിൾ ഔട്ട്കം 5 ആണ്. ടോട്ടൽ ഔട്ട്കം 3 + 5 8 ആണ്. അപ്പോൾ പ്രോബബിലിറ്റി ദാറ്റ് മിസ്റ്റർ ബി, സോറി എ അല്ല, ഇവിടെ ബി ആണ് വേണ്ടത്. പ്രോബബിലിറ്റി ദാറ്റ് മിസ്റ്റർ ബി സോൾവിങ് ദി പ്രോബ്ലം എന്ന് പറയുന്നത് ഫേവറബിൾ ഔട്ട്കം എത്രയായിരുന്നു? 5 ആണ്. 5/8 ആണ് വരിക. ക്ലിയർ ആയോ? അപ്പോൾ ഓഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അല്ലെ പ്രോബബിലിറ്റിയായി ബന്ധപ്പെട്ട് ആ ഓഡ്സ് എന്ന രൂപത്തിൽ ഈ റേഷ്യോ രൂപത്തിൽ വാല്യൂസ് തരുന്ന സമയത്ത് എങ്ങനെയാണത് എന്ന് മനസ്സിലായല്ലോ. ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. ദി ഓഡ്സ് ഇൻ ഫേവർ ഓഫ് എ ആർ 2 to 3 ആൻഡ് ഓഡ്സ് അഗെയിൻസ്റ്റ് ബി ആർ 4 to 3. ഫൈൻഡ് ദി പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് 2 ഫൈൻഡ് ദി പ്രോബബിലിറ്റി ഓഫ് ബി. ഓക്കെ, ഇപ്പോൾ ചെയ്ത അതേപോലെയുള്ള പ്രോബ്ലമാണ്. ഓഡ്സ് ഇൻ ഫേവർ ഓഫ് എ എന്താണ്? 2 to 3 ആണ്. ഓഡ്സ് ഇൻ ഫേവർ ഓഫ് എ സംഭവിക്കുന്നതിന് ഫേവറബിൾ ആയിട്ടുള്ള ഓഡ്സ് എന്ന് പറയുന്നത് 2 to 3 ആണ്. അപ്പോൾ ഇവിടെ ഫേവറബിൾ ഔട്ട്കം എന്ന് പറയുന്നത് 2ഉം അൺഫേവറബിൾ ഔട്ട്കം 2 ആണ്, 3 ആണ്. ഓക്കെ, ടോട്ടൽ ഔട്ട്കം 5 ആണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേവറബിൾ ഔട്ട്കം ഡിവൈഡ് ബൈ ടോട്ടൽ ഔട്ട്കം 2/5. ഓക്കെ, ഇനി നോക്കൂ രണ്ടാമത്തത്. ഓഡ്സ് അഗെയിൻസ്റ്റ് ബി. ബി ചെയ്യാതെ ബിക്ക് എതിരായിട്ടുള്ള, ഫേവറബിൾ അല്ല, ബിക്ക് അൺഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ ഓഡ്സ് വരുന്നത് 4 to 3 ആണ്. അപ്പോൾ ആദ്യം പറയുന്നത് അൺഫേവറബിൾ ഔട്ട്കം ആണ്. അൺഫേവറബിൾ ഔട്ട്കം എന്ന് പറയുന്നത് 4 ആണ്. ഫേവറബിൾ ഔട്ട്കം എന്ന് പറയുന്നതാണ് ഈ രണ്ടാമത്തത്, അതാണ് 3. ടോട്ടൽ ഔട്ട്കം എന്തായാലും 7 തന്നെ. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ബി സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഫേവറബിൾ ഔട്ട്കം 3 ആണ്, 3/7. ക്ലിയർ? ഓക്കെ, ഇനി നമുക്ക് ക്ലാസിക്കൽ ഡെഫിനിഷൻ ആണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ലാസിക്കൽ ഡെഫിനിഷനിൽ നമ്മൾ ഈ നേരത്തെ പഠിച്ച പ്രോബബിലിറ്റിയായി ബന്ധപ്പെട്ട് പഠിച്ച 2 കൗണ്ടിങ് ടെക്നിക്കിൽ പ്രോബബിലിറ്റിയിൽ ഏറ്റവും കൂടുതൽ വളരെ വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു കൗണ്ടിങ് ടെക്നിക്കാണ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ആ കോമ്പിനേഷൻ എന്താണെന്നും അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു കൗണ്ടിങ് ടെക്നിക്കായിട്ടുള്ള പെർമുട്ടേഷനും ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ പഠിക്കുകയുണ്ടായി. ഇവിടെ ക്ലാസിക്കൽ ഡെഫിനിഷൻ പ്രകാരം പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്ന സമയത്ത് കോമ്പിനേഷൻ എന്ന ആ കോമ്പിനേഷൻ റിസൾട്ട് ഉപയോഗിച്ച് എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നത് എന്നാണ് പഠിക്കുന്നത്. അല്ലെങ്കിൽ കോമ്പിനേഷൻ്റെ ആ അപ്ലിക്കേഷൻ ഇവിടെ എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. ക്ലാസിക്കൽ ഡെഫിനിഷൻ തന്നെ. ഓക്കെ, നോക്കൂ ക്വസ്റ്റ്യൻ. എ ബാഗ് കണ്ടെയ്നിങ് 5 വൈറ്റ് ബോൾസ് ആൻഡ് 4 ബ്ലാക്ക് ബോൾസ്. അങ്ങനെ ടോട്ടൽ 9 ബോൾസ് ആണ്. ഓക്കെ, 2 ബോൾസ് ആർ ഡ്രോൺ ടുഗദർ. അപ്പോൾ ആ ബാഗിൽ നിന്ന് 2 ബോൾ ഒന്നിച്ച് നമ്മൾ എടുക്കുകയാണ്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ബോത്ത് ദി ബോൾസ് ആർ വൈറ്റ്? ആ 2 ബോളുകളും വൈറ്റ് കളറുള്ള ബോളാകാനുള്ള പ്രോബബിലിറ്റി എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്കറിയാം ക്ലാസിക്കൽ ഡെഫിനിഷൻ പ്രകാരം 2ഉം വൈറ്റ് ആകാനുള്ള പ്രോബബിലിറ്റി കാണണമെങ്കിൽ നമ്മൾ അതിൻ്റെ ഫോർമുല എന്തായിരുന്നു? നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കം എന്നാണ് നമ്മൾ പഠിച്ച ഫോർമുല. അപ്പോൾ ഫേവറബിൾ ഔട്ട്കം എത്രയുണ്ട്, ടോട്ടൽ പോസിബിൾ ഔട്ട്കം എത്രയുണ്ട് എന്ന് നമ്മൾ കൗണ്ട് ചെയ്യണമല്ലോ. നമ്മൾ ഇതുവരെയും അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. കൃത്യമായി എണ്ണി തിട്ടപ്പെടുത്തിയിട്ട് അത് കണ്ടുപിടിക്കുകയായിരുന്നു ചെയ്തിരുന്നത്, ശരിയല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ അങ്ങനെ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കുക. ദി പോസിബിൾ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് ഇത്രയൊക്കെയാണ് വരിക. നോക്കൂ, 5 വൈറ്റ് ബോളാണ്. ഞാൻ 5 വൈറ്റ് ബോളിന് W1, W2, W3, W4, W5 ആ 5 വൈറ്റ് ബോൾ. ബ്ലാക്ക് ബോളിന് B1, B2, B3, B4 അങ്ങനെ നമ്പർ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ
W1, W2, W3, W4, W5, B1, B2, B3, B4 എന്നിങ്ങനെ മൊത്തം 9 ബോളിൽ നിന്ന് 2 ബോൾ നമ്മൾ എടുക്കുമ്പോൾ എങ്ങനെയൊക്കെ ആ ബോൾ കിട്ടാം? W1ഉം W2ഉം കിട്ടാം, W1ഉം W3ഉം കിട്ടാം, W1ഉം W4ഉം കിട്ടാം, W1ഉം W5ഉം കിട്ടാം, W1ഉം B1ഉം കിട്ടാം, W1 B2, W1 B3, W1 B4 എന്നിങ്ങനെ കിട്ടാം. ശരിയല്ലേ? അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ഈ 8 രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ബോൾ സെലക്ട് ചെയ്യപ്പെടാം. എങ്ങനെ? W2ഉം W3ഉം, W2, W4, W2, W5, W2 B1, W2 B2, W2 B3, W2 B4 എന്നിങ്ങനെ ഒക്കെ നമുക്ക് സെലക്ഷൻ നടത്താം 2 ബോളുകൾ. അല്ലെങ്കിൽ W3, W4, W3, W5, W3 B1, W3 B2, W3 B3, W3 B4 എന്നിങ്ങനെയൊക്കെ നമുക്ക് സെലക്ഷൻ നടത്താം. മാത്രമല്ല ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം: W4, W5, W4 B1, W4 B2, W4 B3, W4 B4 ഇങ്ങനെ നടത്താം. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് W5 B1, W5 B2, W5 B3, W5 B4 ഇങ്ങനെ സെലക്ട് ചെയ്യപ്പെടാം. അതും അല്ലെങ്കിൽ B1 B2, B1 B3, B1 B4 എന്നിങ്ങനെ സെലക്ഷൻ നടത്താം. ഓക്കെ. അതും അല്ലെങ്കിൽ B2 B3, B2 B4 എന്നിങ്ങനെ സെലക്ട് ചെയ്യപ്പെടാം. അവസാനമായി B3 B4 ഇങ്ങനെ സെലക്ട് ചെയ്യപ്പെടാം. അങ്ങനെ മൊത്തം എത്ര ഔട്ട്കം വരുന്നുണ്ട്? ഒന്നാമത്തെ വരിയിൽ 8, 7, 6, 5, 4, 3, 2, 1 മൊത്തം 36. ഇത് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 1, 2, 3, 6, 10, 15, 21, 28, 36 പോസിബിൾ ഔട്ട്കംസ് ഉണ്ട്. ഈ 9 ബോളുകൾ 36 രീതിയിൽ 2 എണ്ണം വീതം സെലക്ട് ചെയ്യപ്പെടാം. അതിൽ ഫേവറബിൾ ഔട്ട്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും വൈറ്റ് ആവുക എന്നുള്ളത്. രണ്ടും വൈറ്റ് ആവുന്ന നോക്കി ഇവിടെ നോക്കൂ. W1 W2 രണ്ടും വൈറ്റാണ്, W1 W3 രണ്ടും വൈറ്റാണ്, W1 W4 രണ്ടും വൈറ്റാണ്, W1 W5 രണ്ടും വൈറ്റാണ്. ഇവിടെ ഒന്ന് ബ്ലാക്ക് അങ്ങോട്ട്. ഓക്കെ. അപ്പോൾ 1, 2, 3, 4 ഇവിടെ 5, 6, 7, 8, 9, 10 ഇവിടെ വൈറ്റും ബ്ലാക്കും ഇവിടെ വൈറ്റും ബ്ലാക്കും. ഓക്കെ. 10 ഔട്ട്കംസ് ആണ് ഫേവറബിൾ ഔട്ട്കം വരുന്നത്. രണ്ടും വൈറ്റ് വരുന്ന 10 സാധ്യതകളാണ് ഉള്ളത്. ഓക്കെ. അപ്പോൾ പ്രോബബിലിറ്റി ദാറ്റ് ബോത്ത് ദി ബോൾസ് ഡ്രോൺ ആർ വൈറ്റ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കം എന്ന് പറഞ്ഞാൽ 10/36 എന്ന് വരും. അല്ലെങ്കിൽ 5/18 എന്ന് ഒന്ന് ചെറുതാക്കി എഴുതാം. 5/18. ഓക്കെ. ഇതാണ് പ്രോബബിലിറ്റി. നമ്മൾ ഇങ്ങനെയാണിത് കണ്ടുപിടിക്കുക. ഓക്കെ. പക്ഷേ ഇവിടെ നമ്മളിത് കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ കൗണ്ടിങ് ടെക്നിക്ക് ഇതാ ഇവിടെ നോക്കി, ഇതെല്ലാം നമ്മളിങ്ങനെ കൗണ്ട് ചെയ്തു. 36, 10 എന്നെല്ലാം എണ്ണി തിട്ടപ്പെടുത്തിയതാണ്. ഇങ്ങനെ എണ്ണി നോക്കേണ്ട ആവശ്യമില്ല. അവിടെയാണ് നമുക്ക് കൗണ്ടിങ് ടെക്നിക്കായിട്ടുള്ള കോമ്പിനേഷൻ്റെ പ്രാധാന്യം, അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് അവിടെയാണ്. ഇനി നമുക്ക് ഇങ്ങനെയൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതൊക്കെ എണ്ണി തിട്ടപ്പെടുത്താതെ നമുക്ക് എളുപ്പത്തിൽ കോമ്പിനേഷൻ ഉപയോഗിച്ച് ഈ ആൻസർ കിട്ടുന്നത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ വിത്തൗട്ട് യൂസിങ് കോമ്പിനേഷൻ റിസൾട്ടാണ്. ഇനി വിത്ത് യൂസിങ് കോമ്പിനേഷൻ ബൈ യൂസിങ് കോമ്പിനേഷൻ റിസൾട്ട്സ് നോക്കാം. പ്രോബബിലിറ്റി ദാറ്റ് ബോത്ത് ദി ബോൾസ് ഡ്രോൺ ആർ വൈറ്റ്, 2 ബോളും വൈറ്റ് ആകാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ് ആണ് ഫോർമുല. നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ എന്താ? ഫേവറബിൾ ഔട്ട്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ടും വൈറ്റ് ആവണമെങ്കിൽ ഈ 5ൽ നിന്ന് 2 കിട്ടിയാൽ മതിയല്ലോ. 2 ബോൾ എടുക്കുമ്പോൾ ഈ 9 ബോളിൽ നിന്ന് 2 ബോൾ എടുക്കുന്നു. രണ്ടും വൈറ്റ് ആവണമെങ്കിൽ ഈ 5ൽ നിന്ന് വൈറ്റ് കിട്ടണം. 2 എണ്ണം വൈറ്റ്, 2 എണ്ണം എടുക്കണം. ഈ 5 വൈറ്റിൽ നിന്ന് 2 വൈറ്റ് എടുക്കണം. അതാ ഫേവറബിൾ ഔട്ട്കം. ടോട്ടൽ ബോൾ 9ആണ്. 9ൽ നിന്ന് 2 ബോൾ സെലക്ട് ചെയ്യുമ്പോൾ അത് 5ൽ നിന്ന് 2 കിട്ടണം. ഫേവറബിൾ ഔട്ട്കം 5ൽ നിന്ന് 2 എടുക്കുക എന്നുള്ളതും ടോട്ടൽ ഔട്ട്കം 9ൽ നിന്ന് 2 എടുക്കുക എന്നുള്ളതുമാണ്. അപ്പോൾ അത് കോമ്പിനേഷൻ രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം 5C2 എന്ന് പറഞ്ഞാൽ മൊത്തമുള്ള 5ൽ നിന്ന് 2 എണ്ണം എടുക്കുക.
ടോട്ടൽ പോസിബിൾ ഔട്ട്കം മൊത്തമുള്ള 9-ൽ നിന്ന് 2 എടുക്കുക. അപ്പോൾ നമ്മുടെ ഫോർമുല നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കം എന്നുള്ളത് ഇങ്ങനെ വരും. 5C2 ഡിവൈഡഡ് ബൈ 9C2 എന്ന് വരും. NCR നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. NCR ഫോർമുല എന്തായിരുന്നു? n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് r ഫാക്ടോറിയൽ ഇൻറ്റു r ഫാക്ടോറിയൽ. അപ്പം നമ്മുടെ ഇവിടെ പ്രോബബിലിറ്റി ദാറ്റ് ബോത്ത് ദി ബോൾസ് ഡ്രോൺ ആർ വൈറ്റ് ഈക്വൽ ടു എങ്ങനെയാണ് വരുന്നത്? 5C2 ഡിവൈഡഡ് ബൈ 9C2 എന്നാണ് വരിക. അപ്പോൾ നോക്കൂ, 5C2 ഡിവൈഡഡ് ബൈ 9C2 എങ്ങനെയാണ്? സോറി, ഇവിടെ 5C2 ഡിവൈഡഡ് ബൈ 9C2. ഓക്കെ, ഇതാണ് ഫോർമുല. ഓക്കെ, ഫേവറബിൾ ഔട്ട്കം ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കം. ഓക്കെ, ഇനി 5C2 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 5 മൈനസ് 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കോമ്പിനേഷൻ വാല്യൂസ് കണ്ടുപിടിക്കുന്ന നേരത്തെ പഠിച്ചതാണ്. 10 കിട്ടും. ഓക്കെ, 9C2 എന്ന് പറഞ്ഞാൽ 9 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 9 മൈനസ് 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. ഓക്കെ, അപ്പോൾ 9 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 7 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. അപ്പോൾ 7 മുതൽ താഴോട്ടുള്ളത് ക്യാൻസൽ ചെയ്ത ഇവിടെ 9 ഇൻറ്റു 8 ഉണ്ടാവും, ഡിവൈഡഡ് ബൈ 2 ഉണ്ടാവും. അപ്പോൾ 8ഉം 2ഉം ക്യാൻസൽ ചെയ്ത് 4 വരും. അപ്പോൾ 9 ഇൻറ്റു 4 36 വരും. ഓക്കെ, അപ്പോൾ 10/36 ഇതായിരുന്നു നമുക്ക് നേരത്തെ കിട്ടിയ ആൻസർ, 10/36. എളുപ്പത്തിൽ കഴിഞ്ഞു. കോമ്പിനേഷൻ റിസൾട്ട് ഉപയോഗിച്ചുകൊണ്ട് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ എഴുതി നോക്കി കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കൗണ്ടിങ് ടൂളായിട്ടുള്ള കോമ്പിനേഷൻ നമുക്ക് ഉപയോഗിച്ച് ടോട്ടൽ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം, ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കം നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കോമ്പിനേഷൻ്റെ ആ ഒരു അപ്ലിക്കേഷൻ, അതിൻ്റെ ഒരു ഗുണമാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത്. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. എ ബാഗ് കണ്ടെയ്ൻസ് 7 വൈറ്റ് ആൻഡ് 9 ബ്ലാക്ക് ബോൾസ്. 3 balls are drawn together. What is the probability that all are black, all are white, 1 white and 2 black, 2 white and 1 black? അപ്പോൾ 4 ക്വസ്റ്റ്യൻ ആണ് ഇവിടെ. ക്വസ്റ്റ്യൻ നന്നായി ശ്രദ്ധിക്കുക. ബാഗ് കണ്ടെയ്ൻസ് 7 വൈറ്റ് ബോൾ, 9 ബ്ലാക്ക് ബോൾ, മൊത്തം 16 ബോൾസ് ആണ്. 7 വൈറ്റ് ആൻഡ് 9 ബ്ലാക്ക്. 3 balls are drawn together. ആ ബാഗിനകത്ത് 3 ബോൾ ഒന്നിച്ചെടുക്കുകയാണ്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഓൾ ആർ ബ്ലാക്ക്? ആ 3ഉം ബ്ലാക്ക് ആകാനുള്ള പ്രോബബിലിറ്റി എന്താണ്? അപ്പോൾ 16-ൽ നിന്നാണ് 3 ബോൾ ഡ്രോ ചെയ്യുന്നത്. 16-ൽ നിന്ന് 3 ബോൾ ഡ്രോ ചെയ്യണമെങ്കിൽ, അതെല്ലാം ബ്ലാക്ക് ആവണമെങ്കിൽ അത് 9 ബ്ലാക്ക് ബോളിൽ നിന്നായിരിക്കണം 3 കിട്ടേണ്ടത്. അപ്പോൾ നമ്മുടെ ഫേവറബിൾ ഔട്ട്കം എന്ന് പറയുന്നത് 9C3. ടോട്ടൽ ഔട്ട്കം എന്ന് പറയുന്നത് 16C3. ഓക്കെ, 9-ൽ നിന്ന് 3 കിട്ടുകയാണ് ഫേവറബിൾ ഔട്ട്കം. ടോട്ടൽ 16-ൽ നിന്ന് 3 എടുക്കുമ്പോൾ 9-ൽ നിന്ന് 3 കിട്ടിയാൽ അത് ബ്ലാക്ക് ആകാനുള്ള പ്രോബബിലിറ്റി. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 3/20 എന്ന ആൻസർ കിട്ടും. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഓൾ ആർ വൈറ്റ്. എല്ലാം വൈറ്റ് ആവണമെങ്കിൽ 3 ബോൾ, 16 ബോളിൽ നിന്ന് 3 ബോൾ ഡ്രോ ചെയ്യുമ്പോൾ അത് 3ഉം വൈറ്റ് ആണെങ്കിൽ ആ 3 ഈ 7 എണ്ണത്തിൽ നിന്നുള്ള 3 ആയിരിക്കണം വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഫേവറബിൾ ഔട്ട്കം എന്ന് പറഞ്ഞാൽ 7C3 ആണ്. ടോട്ടൽ ഔട്ട്കം 16C3. 7C3 ഡിവൈഡഡ് ബൈ 16C3. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് നോക്കുക. ആൻസർ, ഫൈനൽ ആൻസർ 1/16 എന്നാണ് പ്രോബബിലിറ്റി വാല്യൂ വരിക. ഇതെല്ലാം കോമ്പിനേഷൻ ആ വാല്യൂ കണ്ടുപിടിക്കുന്നതൊക്കെ നേരത്തെ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അങ്ങനെയാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. എ വൈറ്റ് ആൻഡ് 2 ബ്ലാക്ക്, 1 വൈറ്റ് ആൻഡ് 2 ബ്ലാക്ക്. 3 ബോൾ ഡ്രോ ചെയ്യുമ്പോൾ 1 വൈറ്റും 2 ബ്ലാക്കും കിട്ടുക എന്ന് പറഞ്ഞാൽ 7-ൽ നിന്ന് 1 കിട്ടണം, 9-ൽ നിന്ന് 2 കിട്ടണം. ശരിയല്ലേ? അപ്പോൾ 7-ൽ നിന്ന് 1 ആൻഡ് 9-ൽ നിന്ന് 2. 16-ൽ നിന്ന് 3 എടുക്കുമ്പോൾ, 16-ൽ നിന്ന് 3 ബോൾ എടുക്കുമ്പോൾ 7-ൽ നിന്ന് 1 ബോളും 9-ൽ നിന്ന് 2 ബോളും കിട്ടുക. അതിൻ്റെ കോമ്പിനേഷൻ എക്സ്പ്രഷൻ എങ്ങനെയാണ് വരിക? 7-ൽ നിന്ന് 1, 7C1 ഇൻറ്റു 9C2, 9-ൽ നിന്ന് 2 ഡിവൈഡഡ് ബൈ 16-ൽ നിന്ന് 3. 16-ൽ നിന്ന് 3 എടുക്കുമ്പോൾ 7-ൽ നിന്ന് 1ഉം 9-ൽ നിന്ന് 2ഉം. ആൻഡ് എന്നുള്ളതാണ് ഇൻറ്റു. ഓക്കെ, അപ്പോൾ പ്രോബബിലിറ്റിയിൽ ആൻഡ് എന്ന് പറയുമ്പോൾ ഇൻറ്റു ആണെന്ന് ഓർക്കുക. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നീട് പഠിക്കും. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ 9/20 എന്ന് കിട്ടും. ഓക്കെ, അതുപോലെ അവസാന ക്വസ്റ്റ്യൻ, പ്രോബബിലിറ്റി ദാറ്റ് 2 വൈറ്റ് ആൻഡ് 1 ബ്ലാക്ക്.
2 white and 1 black എന്ന് പറയുമ്പോൾ മൊത്തം 7 white ആണുള്ളത്. 7-ൽ നിന്ന് 2 കിട്ടണം, അതുപോലെ 9-ൽ നിന്ന് 1 കിട്ടണം. 16-ൽ നിന്ന് 3 എടുക്കുന്ന സമയത്ത് 7-ൽ നിന്ന് 2-ഉം 9-ൽ നിന്ന് 1-ഉം കിട്ടും. സിംപ്ലിഫൈ ചെയ്താൽ 27/80 എന്ന് കിട്ടും. ഓക്കെ, കോമ്പിനേഷൻ്റെ ആ ഒരു പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. ആ കൗണ്ടിങ് ടെക്നിക്കിൻ്റെ പ്രാധാന്യമാണ് ഇതിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കൂ. എ കമ്മിറ്റി ഈസ് ടു ബി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ സെലക്ടിങ് 2 people അറ്റ് റാൻഡം ഫ്രം എ ഗ്രൂപ്പ് കൺസിസ്റ്റിംഗ് ഓഫ് 3 economists and 4 statisticians. Find the probability that the committee will consist of 2 economists, 2 statisticians, 1 economist and 1 statistician. അപ്പോൾ ഇവിടെ 2 പേരെ സെലക്ട് ചെയ്തുകൊണ്ട് 2 പേര് ഉൾക്കൊള്ളുന്ന ഒരു കമ്മിറ്റി സെലക്ട് ചെയ്യുകയാണ്, കമ്മിറ്റി ഫോം ചെയ്യുകയാണ്. ഓക്കെ, അതിനിവിടെ മൊത്തം 3 ഇക്കണോമിസ്റ്റും 4 സ്റ്റാറ്റിസ്റ്റീഷ്യൻസും ആണുള്ളത്. 7 പേരിൽ നിന്നാണ് 2 പേരുടെ കമ്മിറ്റി, 2 പേര് ഉൾക്കൊള്ളുന്ന ഒരു കമ്മിറ്റി ഉണ്ടാക്കുന്നത്. ഈ 7-ൽ നിന്ന് അങ്ങനെ 2 പേരുടെ കമ്മിറ്റി ഉണ്ടാകുമ്പോൾ 2 ആളും ഇക്കണോമിസ്റ്റ് ആകാനുള്ള പ്രോബബിലിറ്റി എന്താണ്? നമുക്കറിയാം, 2 ആളും ഇക്കണോമിസ്റ്റ് ആകണമെങ്കിൽ ഈ 3-ൽ നിന്ന് 2 ആളെ സെലക്ട് ചെയ്യണം. 7-ൽ നിന്ന് 2 പേരെ സെലക്ട് ചെയ്യുമ്പോൾ ഈ 3-ൽ നിന്ന് 2 പേരാവുക. അപ്പോൾ 3C2 ഡിവൈഡഡ് ബൈ 7C2. ഓക്കെ, സിംപ്ലിഫൈ ചെയ്ത ആൻസർ 1/7 ആണ് പ്രോബബിലിറ്റി. 2ഉം ഇക്കണോമിസ്റ്റ് ആകാനുള്ള പ്രോബബിലിറ്റി 1/7 ആണ്. ഓക്കെ, ഇനി 2ഉം സ്റ്റാറ്റിസ്റ്റീഷ്യൻസ് ആകാനുള്ള പ്രോബബിലിറ്റി എന്താണ്? അപ്പോൾ ഈ 7-ൽ നിന്ന് 2 പേരെ സെലക്ട് ചെയ്യുമ്പോൾ 2ഉം സ്റ്റാറ്റിസ്റ്റീഷ്യൻസ് ആകണമെങ്കിൽ ഈ 4-ൽ നിന്ന് 2 ആയിരിക്കണം കിട്ടുന്നത്. അപ്പോൾ 4C2 ഡിവൈഡഡ് ബൈ 7C2, 4C2 ഡിവൈഡഡ് ബൈ 7C2. അപ്പോൾ പ്രോബബിലിറ്റി 2/7 ആണ് വരും. പ്രോബബിലിറ്റി കുറച്ചുകൂടെ കൂടി, 2ഉം സ്റ്റാറ്റിസ്റ്റീഷ്യൻസ് ആകാനുള്ള പ്രോബബിലിറ്റി കൂടി. എന്തുകൊണ്ടാണ്? ഇവിടെ മൊത്തം സ്റ്റാറ്റിസ്റ്റീഷ്യൻസ് 4 ഉണ്ട്, നേരത്തെ ഇക്കണോമിസ്റ്റ് 3 ഉള്ളായിരുന്നു. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? 1 ഇക്കണോമിസ്റ്റ് ആൻഡ് 1 സ്റ്റാറ്റിസ്റ്റീഷ്യൻസ്. അപ്പോൾ ഈ 7-ൽ നിന്ന് 2 പേരെ സെലക്ട് ചെയ്യുമ്പോൾ ഒരു ഇക്കണോമിസ്റ്റും ഒരു സ്റ്റാറ്റിസ്റ്റീഷ്യൻസും ആവണമെങ്കിൽ 3-ൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യണം, കൂടാതെ ആൻഡ് 4-ൽ നിന്നും ഒരാളെ സെലക്ട് ചെയ്യണം. അപ്പോൾ 3C1 ആൻഡ് 4C1 എന്ന് വരും, ഡിവൈഡഡ് ബൈ 7C2. ഓക്കെ, 3C1 ആൻഡ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു 3C1 ഇൻറ്റു 4C1 ഡിവൈഡഡ് ബൈ 7C2. 3C1 ഇൻറ്റു 4C1 ഡിവൈഡഡ് ബൈ 7C2. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 4/7 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ക്ലിയർ ആയോ? കോമ്പിനേഷൻ്റെ ആ ഒരു യൂസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കൂ. ദി ലെറ്റേഴ്സ് ഓഫ് ദി വേർഡ് സ്റ്റാറ്റിസ്റ്റിക്സ് are written on 10 identical cards. If 2 cards are drawn at random, what is the probability that 1 S and 1 I will occur? അടുത്ത ക്വസ്റ്റ്യൻ എ അല്ല, ഇവിടെ ബി ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ബി, 2T will occur. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന നോക്കൂ, എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 ലെറ്റേഴ്സ് ഒരേപോലെയുള്ള കാർഡിനകത്ത് എഴുതി വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇഫ് 2 cards are drawn at random, ഒരു ബാഗിനകത്ത് ഒരു ബോക്സിനകത്തിട്ട് അതിൽ നിന്ന് 2 കാർഡ് നമ്മൾ ഡ്രോ ചെയ്യുകയാണ്. അത് 2-ൽ ഒരു എസ്സും ഒരു ഐയും വരാനുള്ള പ്രോബബിലിറ്റിയാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു എസ് കിട്ടണമെങ്കിൽ ഈ 10 കാർഡിൽ നിന്ന് 2 എണ്ണം എടുക്കുമ്പോൾ ഒരു എസ്സും ഒരു ഐയും വരണമെങ്കിൽ ആ ഒരു എസ്, ഇവിടെയുള്ള മൊത്തം എസ്സായ 3 എസ്സുകളുണ്ടല്ലോ, ഇവിടെ 3 എസ് ഉണ്ട്, 3 ടി ഉണ്ട്, ഒരു എ ഉണ്ട്, 2 ഐ ഉണ്ട്, ഒരു സി ഉണ്ട്. അങ്ങനെ 3 3 6 7 2 9 1 10. അപ്പോൾ ടോട്ടൽ 10 ലെറ്റേഴ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ. അപ്പോൾ ഈ 10-ൽ നിന്ന് 2 ലെറ്റർ കാർഡ് സെലക്ട് ചെയ്യുമ്പോൾ അത് ഒരു എസ് വരണമെങ്കിൽ, ഒരു എസ്സും ഒരു ഐയും വരണമെങ്കിൽ ഒരു എസ് ഇതാ ഈ 3 എസ്സിൽ നിന്ന് വരണം. ഐ എന്ന് പറയുന്നത് ഈ 2 ഐയിൽ നിന്ന് ഒരു ഐ കിട്ടണം. അപ്പോൾ 3C1 ആൻഡ് 2C1, അതായത് 3C1 ഇൻറ്റു 2C1 ഡിവൈഡഡ് ബൈ 10C2. 10-ൽ നിന്ന് 2 എടുക്കുമ്പോൾ അത് ഒരു എസ് ആവാൻ വേണ്ടി 3-ൽ നിന്ന് 1 വരണം, ഒരു ഐ ആവാൻ 2 ഐയിൽ നിന്ന് ഒരു ഐ വരണം. ഓക്കെ, സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞ് 2/15 കിട്ടും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 2T will occur. 2 കാർഡും ടി കാണിക്കാൻ, ടി
ടി എന്ന് എഴുതിയ 2 കാർഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി. ഇപ്പോൾ 10ൽ നിന്ന് 2 എടുക്കുമ്പോൾ ടി എത്രയുണ്ട്? 3 ടി ആണുള്ളത്. ഈ 3ൽ നിന്ന് 2 വരണം. അപ്പോൾ 3c2 ഡിവൈഡഡ് ബൈ 10c2. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ വരുന്നത് 1/15. 3c2 3 factorial divided by 3 minus 2 factorial into 2 factorial whole divided by 10 factorial divided by 10 minus 2 factorial into 2 factorial. Simplify ചെയ്ത് 3/45 or 1/15 എന്ന് കിട്ടും. ക്ലിയർ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് 2m ഫ്രം ദി ലെറ്റേഴ്സ് ഓഫ് ദി വേർഡ് മാനേജ്മെൻറ്റ്? മാനേജ്മെൻറ്റ് എന്ന വേർഡിൽ നിന്ന് 2 എം സെലക്ട് ചെയ്യും. മാനേജ്മെൻ്റ് എന്ന ഈ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 ലെറ്റേഴ്സാണ്. ഈ 10 ലെറ്റേഴ്സിൽ നിന്ന് നമ്മൾ 2 ലെറ്റേഴ്സ് റാൻഡംലി സെലക്ട് ചെയ്യുകയാണ്. ആ സെലക്ട് ചെയ്ത് 2 എം ആകാനുള്ള പ്രോബബിലിറ്റി എന്താണ്? അപ്പോൾ നമ്മളിവിടെ എത്ര എം ഉണ്ടെന്ന് നോക്കണം. 1 2 എം ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ 2ൽ നിന്ന് 2 കിട്ടണം. 10ൽ നിന്ന് 2 എടുക്കുമ്പോൾ അത് 2 എം ആകണമെങ്കിൽ 2ൽ നിന്നുള്ള എം 2 കിട്ടണം. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് 2m ഈസ് ഈക്വൽ ടു 2c2 ഡിവൈഡഡ് ബൈ 10c2. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 1/45 കിട്ടും, അല്ലെങ്കിൽ 0.0222 എന്ന് നമുക്ക് പ്രോബബിലിറ്റി വാല്യൂ കിട്ടും. ഓക്കെ, ക്ലിയർ ആയോ? കോമ്പിനേഷൻ ഉപയോഗിച്ചുകൊണ്ട് ക്ലാസിക്കൽ ഡെഫിനിഷനിൽ കോമ്പിനേഷൻ്റെ ആ ഒരു അപ്ലിക്കേഷനാണ് നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി കോമ്പിനേഷൻ ഉപയോഗിച്ചുള്ള പ്രോബ്ലംസാണ് നമ്മൾ കുറേ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാലൊക്കെ നമ്മൾ ചെയ്യുക. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലാവാം. ഓക്കെ, താങ്ക് യു.